വെള്ളമെത്താത്തതിനെ തുടർന്ന് തൃശൂരിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചു. പുറത്തൂർ കോൾപടവിലാണ് കൃഷി നശിച്ചത് മൂലം കോടികളുടെ നഷ്ടമുണ്ടായത്. വെള്ളമെത്തിക്കേണ്ട ചിമ്മിനി ഡാമിലെ ജലവിതരണത്തിലെ വീഴ്ചയാണ് കൃഷി നശിക്കാൻ കാരണമെന്നാണ് കർഷകരുടെ പരാതി. 125 ഏക്കറിലാണ് ഇത്തവണ രണ്ടാം വിളയിറക്കിയത്. ഏക്കർ ഒന്നിന് 27,000 രൂപയാണ് ചിലവ്. ഒന്നാം കൃഷിയിലുണ്ടായ നഷ്ടം രണ്ടാം വിളയിൽ നികത്താമെന്ന പ്രതീക്ഷയായിരുന്നു കർഷകർക്ക്. ഇതിനിടയിലാണ് ഇടുത്തി പോലെ കൊടുംവേനലെത്തിയത്. ജലം ലഭിക്കാതായി. വിത്തിന് ഗുണനിലവാരക്കുറവും. ഏതാണ്ട് 3.5 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഒന്നാം പൂ തന്നെ നെല്ല് വളരെ കുറഞ്ഞു, പകുതി നെല്ല് കിട്ടിയില്ല. പിന്നെ രണ്ടാം പൂ നന്നായിട്ട് വരുന്നു വിചാരിച്ചിട്ട് ഞങ്ങൾ അത് കൃഷി ചെയ്തു. അപ്പൊ എന്താ വെച്ചാൽ മഴയില്ല, വെള്ളമില്ല, ആകെ ഉണങ്ങി, ആകെ കൃഷി മോശമായി. കൃഷിക്കാരെല്ലാം ആകെ 2 പൂവും ഫ്ലോപ്പായപ്പോ കൃഷിക്കാരാകെ നിരാശയിലാണ്. ഇപ്പൊ ഇത് ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് സഹായിച്ചാൽ ഞങ്ങൾക്ക് അടുത്ത കൊല്ലം കൃഷി ഇറക്കാൻ പറ്റും. ഏക്കറിന് 2700 കിലോഗ്രാം വരെ നെല്ല് ലഭിച്ചിരുന്നിടത്ത് കഴിഞ്ഞ വിളവിൽ ലഭിച്ചത് 1200 കിലോയിൽ താഴെ. പ്രധാനമായും കോൾനിലങ്ങളിലെ ജലലഭ്യത ലക്ഷ്യമാക്കി നിർമ്മിച്ച ചിമ്മിനി ഡാമിൽ നിന്നും ഇത്തവണ വെള്ളമെത്തിയില്ല. അധികൃതരുടെ അശ്രദ്ധയാണ് കാരണമെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇനി വേനൽ മഴയെത്തിയാലും വിളവെടുക്കാൻ കഴിയാത്ത വിധം നെല്ല് നശിച്ചെന്ന് കർഷകർ പറഞ്ഞു. റിപ്പോർട്ടർ, തൃശൂർ.